ഇന്നത്തെ റെസിപ്പി ചിക്കൻ മന്തിയാണ്. നല്ല ജ്യൂസി ആൻഡ് സ്പൈസി ചിക്കനും നല്ല ഫ്ലഫി റൈസുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഇത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എന്നാൽ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ ഉള്ളിയാണ്, 3 ചെറിയ തക്കാളി. വലിയ തക്കാളി ആണെങ്കിൽ ഒന്നോ രണ്ടോ മതി. ഈ തക്കാളി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായി ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അത് വഴറ്റി അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴാണ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. സെയിം പാനിൽ തന്നെ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ഒന്ന് റോസ്റ്റ് ചെയ്യാം. അതിനായി കുറച്ച് എണ്ണ ഒഴിച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചെടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി പാകമാവുന്നതെന്ന് പറയുന്നത് അതിൻ്റെ ആ തൊലി ഇതുപോലെ ഇങ്ങനെ ഉരിഞ്ഞു വരണം. നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി വേണ്ടത് കുറച്ച് ഡ്രൈ മസാലയാണ്. അതിനായിട്ട് വറുക്കാത്ത 3 ടേബിൾ സ്പൂണ് മല്ലി, 1/4 ടേബിൾ സ്പൂണ് കുരുമുളക്, 1/2 ടീസ്പൂണ് ജീര, ഒരു കഷ്ണം കറുകപ്പട്ട, 4-5 ഗ്രാമ്പൂ, 10-12 വെളുത്തുള്ളി. ഇത് ഡ്രൈ ആക്കിയിട്ട് പൊടിച്ചെടുക്കാം. ഇത് ഞാൻ 1 മണിക്കൂർ മുന്നേ സോക്ക് ചെയ്ത് വെച്ച മുളകും ഇഞ്ചിയും ആണ്. ഒരു 10-15 കാശ്മീരി മുളകും ഒരു കഷ്ണം ഇഞ്ചിയും വിനെഗിരിൻ്റെ വെള്ളത്തിലാണ് സോക്ക് ചെയ്ത് വെക്കേണ്ടത്. അതിലേക്ക് വഴറ്റിയ ഉള്ളിയും തക്കാളിയും കുറച്ച് വിനെഗിരിയും ഉപ്പും ചേർത്ത് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. 1 കിലോൻ്റെ ചിക്കൻ മന്തിയാണ് റെഡിയാക്കുന്നത്. അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ തൈസാണ്. നല്ല സോഫ്റ്റ് ഉണ്ടാവും ഇതുകൊണ്ട് മന്തി ഉണ്ടാക്കിയാൽ. ചിക്കനിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്, നല്ല ഡ്രൈ ആയിരിക്കണം. പിന്നെ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. വിനാഗിരിയും ചെറുനാരങ്ങയും ഒഴിച്ച വെള്ളത്തിലേക്ക് ചിക്കൻ ഒരു അരമണിക്കൂർ ഞാൻ സോക്ക് ചെയ്ത് വെക്കും. അതിന് ശേഷം കഴുകി വെള്ളം വാർന്നതിന് ശേഷമാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ്. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായി നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത മസാല എല്ലാം നല്ലപോലെ മിക്സാക്കി എടുക്കാം. അതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇടണം. ഇത് നിർബന്ധമായിട്ട് ഇതാണ് ഈ റെസിപ്പീൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിട്ടാലേ ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ഇത് നല്ലോണം മിക്സാക്കി എടുക്കണം. ടേസ്റ്റൊക്കെ നോക്കി അതിൻ്റെ ഉപ്പും പുളിയെല്ലാം നോക്കണം. കുറവാണെങ്കിൽ കുറച്ച് വിനാഗിരിയും ഉപ്പും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഈ ചിക്കൻ ഓരോന്നായിട്ട് നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കണം. ഇത് മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം റെസ്റ്റ് ചെയ്യാൻ. ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഞാനിത് പുറത്തെടുത്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. മസാല എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. കുക്കർ നല്ലപോലെ അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ചിക്കൻ വേവുന്നത് വരെ നമുക്ക് റൈസ് നോക്കാം. ഞാനിവിടെ 3 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഹൈദരാബാദി ബിരിയാണീൻ്റെ റൈസാണ്. നല്ല നീളമുള്ള റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല വെള്ളം തെളിയുന്നത് വരെ കഴുകണം. ഒരു 3-4 പ്രാവശ്യം കഴുകണം. അതിൻ്റെ സ്റ്റാർച്ചൊക്കെ നല്ലപോലെ പോകണം കേട്ടോ, അല്ലെങ്കിൽ ചോറിങ്ങനെ കുഴഞ്ഞു പോവും. ചോറ് വെള്ളം വറ്റിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനിത് സോക്ക് ചെയ്ത് വെക്കുന്നില്ല. നല്ലോണം വെള്ളമൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു സ്ട്രെയിനറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ വാരട്ടെ. അതുവരെ നമുക്ക്
റൈസിലേക്ക് വേണ്ട സാധനങ്ങൾ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഉള്ളി, ഒരു ക്യാപ്സിക്കം, 4 വലിയ പച്ചമുളക്, ഒരു 5-8 വെളുത്തുള്ളിയാണ്. ക്യാപ്സിക്കം എന്താ ഇങ്ങനെ കട്ട് ചെയ്താൽ ഒരേ നീളത്തിലും വലുപ്പത്തിലും കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒട്ടും വേസ്റ്റ് ആവില്ല. ഇതെങ്ങനെ കട്ട് ചെയ്യുന്ന നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. എന്നാൽ നമുക്കിനി ഉള്ളിയും കൂടെ മുറിച്ചെടുക്കാം. ഞാൻ ഇവിടെ ഒരു പകുതി ഉള്ളി കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊരു മീഡിയം തിക്നെസ്സിൽ കട്ട് ചെയ്താൽ മതി. പിന്നെ ഈ മുളക് ഒന്ന് നടുവിലൂടെ കീറി കൊടുക്കണം. വെളുത്തുള്ളി ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ ചെറുങ്ങനെ കുനുകുനാന്നരിയാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. ഇനി റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കുക്കറിൻ്റെ വിസിലൊക്കെ വന്ന് തണുത്തിട്ടുണ്ട്. നോക്കാം വെന്തിക്കുന്നോ ചിക്കൻ ഇല്ലേന്ന്. അത്യാവശ്യത്തിനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അടി പിടിക്കുന്നത് നോക്കണം. ഇച്ചിരി ഒന്ന് അടി പിടിച്ചിട്ടുണ്ട്. ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഈ ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു സ്ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, അതൊരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കണം കേട്ടോ. ഇതിൽ ചിക്കൻ മാത്രമേ വേവിച്ചാൽ മതി. ഗ്രേവീൻ്റെ ആവശ്യമുണ്ട്, അത് ചോറിൻ്റെ സൈഡായിട്ടും എടുക്കാം കേട്ടോ. റൈസ് റെഡിയാക്കാം. അതിനായി ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ ഒരു 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. എണ്ണ കുറച്ച് അധികമായാലും പ്രശ്നമില്ല കേട്ടോ. റൈസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ഹോൾ സ്പൈസസ് പട്ട, തക്കോലം, ബ്ലാക്ക് ലെമൺ, ഗ്രാമ്പു, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, ക്യാപ്സിക്കം എല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു ടീസ്പൂണ് ക്രഷ് ചെയ്ത പച്ചമല്ലി ഇട്ട് കൊടുക്കാം. കൂടെ ഒരു മാഗി ക്യൂബും കൂടെ ചേർക്കാം. നല്ലപോലെ വഴറ്റി എടുക്കണം കേട്ടോ. ഇതിലേക്ക് കഴുകി വെച്ച് വെള്ളമെല്ലാം വാർന്നു പോയ അരിയിടാം. അരി ഒന്ന് മെല്ലനൊന്ന് വഴറ്റി കൊടുക്കാം. അരി പൊട്ടാതെ നോക്കണം കേട്ടോ. ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ചിക്കൻ്റെ ഗ്രേവിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 2-3 ഏലക്കയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ ടേസ്റ്റ് വെള്ളത്തിൽ ഇച്ചിരി മുന്നിട്ട് നിൽക്കണം. നല്ലപോലെ ഒരു 1-2 തള വന്നതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഈ ചിക്കനൊക്കെ തിരിച്ചും മറിച്ചിടണം കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഒരു 90% വെള്ളം വറ്റിയിട്ടുണ്ടാവും. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു 5-8 മിനിറ്റ് മതിയാവും വെന്ത് വരാൻ. അരിയൊക്കെ നല്ലപോലെ ഒരു 90% തന്നെ വെന്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം.
നല്ല അടിപൊളി. ഇതാ റൈസ് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ചോറിന്. ഒന്ന് മെല്ലനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇത് തണുത്താൽ എല്ലാ ചോറും ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കും കേട്ടോ. ഇതിനൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുതേ. ഒരു 3-4 മിനിറ്റ് ഇത് കവർ ചെയ്ത് വെക്കുക. ഇതിൻ്റെ കൂടെ ഒരു മൊഹിറ്റയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി, ഒന്നും പറയാനില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.